ഹായ്, ഇന്ന് നമുക്ക് നൈറ്റി തുണി കൊണ്ട് ഒരു ഫ്രോക്ക് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ തുണി 4ആയി മടക്കിയിട്ടു. അതിനുശേഷം അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഫ്രില്ലിന് വേണ്ടി 5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഫ്രോക്കിൻ്റെ അടിയിൽ ഫ്രില്ല് വയ്ക്കുക. അങ്ങനെ 3 പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ആം ഹോളും 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതിൻ്റെ വണ്ണം വരുന്നത് 36 ഇഞ്ച്. അപ്പോൾ 9 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്താം. ഇതിന് ശേഷം ഇതിൻ്റെ പകുതി അടയാളപ്പെടുത്താം. ഷേപ്പിന് വേണ്ടി 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഷേപ്പ് ലെങ്ത്ത് 13 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടുത്തെ വണ്ണം 8 ഇഞ്ച് അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്താം. ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് 19 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടുത്തെ വണ്ണം 10 ഇഞ്ച് അടയാളപ്പെടുത്താം. ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാം. അതിന് ശേഷം ഇത് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. സൈഡ് ഭാഗം തൂങ്ങി കെടുക്കാണ്ടിരിക്കാനായിട്ട് ആ അടയാളപ്പെടുത്തിയിലേക്ക് മുകളിൽ നിന്ന് വരച്ചെടുക്കുക. ആ ഭാഗം ഒന്ന് ചെരിച്ച് വെട്ടിയെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വെട്ടിട്ട് കൊടുക്കുക. ഈ ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയെടുക്കുക. ഈ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇത് കോളർ വെച്ചിട്ടുള്ള നെക്കാണ് തയ്ക്കണത്. ഇറക്കം 5.5 ഇഞ്ച് അടയാളപ്പെടുത്താം. വി ഷേപ്പിൽ അടയാളപ്പെടുത്താം. അതിനുശേഷം അത് വെട്ടിയെടുക്കുക. ബാക്ക് നെക്കും 3.5 ഇഞ്ച് വിഡ്ത്ത് അടയാളപ്പെടുത്തുക. 6 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു ബോക്സ് ആക്കി മാറ്റുക. ഷേപ്പ് ചെയ്ത് വരയ്ക്കുക.
ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം വെട്ടിയെടുക്കാം. അപ്പം നെക്ക് ഒരു തുണിയുമിട്ട് അത് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെട്ടിയെടുക്കാം. ഈ കോളറിനുള്ള തുണി വെട്ടിയെടുക്കാം. 1/2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിടാം. അതിനുശേഷം 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മൾ നെക്ക് വെട്ടിയ ഭാഗം കുറച്ച് നമ്മൾ ഇറക്കി വയ്ക്കുക. എന്നിട്ടത് അടയാളപ്പെടുത്താം. അതിനുശേഷം മുകളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ഒരു 2.25 ഇഞ്ച് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ഒരു 3.25 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് വരയ്ക്കുക. ഇനി അത് വെട്ടിയെടുക്കാം. ഇതിൻ്റെ കട്ടിങ് ഇത്രയുള്ള സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം.